ഹലോ, ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗാണേ. അപ്പോൾ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അമരക്കായും വെണ്ടക്കായും ഒക്കെ വെള്ളത്തിൽ വിനാഗിരി ഉപ്പും ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് മീൻകറി വെക്കാനായിട്ട് അരപ്പൊക്കെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് കിട്ടിയിരിക്കുന്നത് കുഴിയാളയാണ്. കുഴിയാള, കൊളയില എന്നൊക്കെ ഞങ്ങൾ പറയും. അതാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വലിയ താല്പര്യമില്ലാത്ത മീനായതുകൊണ്ട് കുറച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ മീൻ ഇന്ന് ഒന്ന് കഴുകിയെടുക്കണം, കുറച്ച് കറി വെക്കണം, കുറച്ച് വറുക്കണം. അങ്ങനെ മീനിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിടുകയാണ്. മീനൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ടെങ്ങാനും പോയാലോ എന്നോർത്ത് ചെയ്തു വെച്ചതാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിടുകയാണ്. കുഴിയാള ആയതുകൊണ്ട് തന്നെ ഇത് തേങ്ങ അരച്ച് വെക്കാനാണ് കൂടുതൽ നല്ലത്. 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അധികം എരിയൊന്നും വേണ്ടാത്ത കാരണം അതിലെ അരിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു തക്കാളി കൂടി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ പുളി കുറച്ച് ചേർത്താൽ മതിയാകും. ഒരു കഷ്ണം പുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് 3-4 കഷ്ണങ്ങളൊക്കെ ആക്കി കീറിയാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻകറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മീൻകറിയൊക്കെ വെക്കുന്നത് എപ്പോഴും കാണിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും കാണിക്കേണ്ട, എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്റ്റൗവിലേക്ക് അരപ്പ് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം കൊണ്ട് അടച്ച് വെക്കുന്നുണ്ട്. അതവിടെ നിന്ന് തിളച്ച് വരട്ടെ. ഇനി പച്ചക്കറിയെല്ലാം കഴുകി എടുക്കുകയാണ്. അമരയ്ക്ക അധികം ഇഷ്ടമൊന്നുമല്ല, എങ്കിലും ഇത് കിടന്ന് വെറുതെ ചീത്തയായി പോകണ്ടല്ലോ എന്നോർത്ത് അതങ്ങ് തോരൻ വെച്ചേക്കാമെന്ന് ഓർത്തു. എനിക്കെന്താണേലും ഇഷ്ടമാണ് കേട്ടോ. തോരൻ ഉണ്ടാക്കാനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻകറി അരപ്പ് തച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് കൊടുത്തതിന് ശേഷം കട്ടി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. തവിയിട്ട് ഇളക്കാത്തത് മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പാൻസുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇതങ്ങ് അടച്ച് വെച്ച് കൊടുക്കും. അവിടെ ഇരുന്ന് തിളക്കട്ടെ. നമ്മുടെ പച്ചക്കറി അരിഞ്ഞു വെച്ചതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സവാളയും തേങ്ങയൊക്കെ കൂടുതലിടുന്നത് നല്ലതായിരിക്കും, അമരയ്ക്ക ആയതുകൊണ്ട്. അമരയ്ക്കയ്ക്ക് പൊതുവേ ഇച്ചിരി ടേസ്റ്റ് കുറവാണല്ലോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി വെക്കണം. ഇളക്കി ഇതൊന്ന് യോജിപ്പിക്കണം. അമരയ്ക്ക ആയതുകൊണ്ട് തന്നെ ലേശം വെള്ളം കൂടി ചേർത്തിട്ടാണ് വെക്കുന്നത്. ഒരുപാടൊന്നുമല്ല, കൈ ഒന്ന് നനച്ച് കുറച്ച് വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കറി തിളച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വലുതായിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്. സൈഡിൽ നിന്ന് ഇളക്കി ഉപ്പോ പുളിയോ ഒക്കെ പാകത്തിനുണ്ടോ എന്ന് ഒന്ന് നോക്കുകയാണ്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടി ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ഒന്ന് ചാറ് കുറുകി വരാനുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കണം. സ്റ്റൗവിലാക്കിയിട്ടുണ്ട്. മീൻകറി ഒന്നുകൂടെ തുറന്ന് നോക്കുകയാണ്. ഇനിയിപ്പോൾ അടച്ച് വെക്കേണ്ട കാര്യമില്ല. അത് ചാറ് കുറുകി വരുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ചട്ടിയെടുത്ത് കറക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തോരനും ആവിയൊക്കെ വന്നിട്ടുണ്ട്, അതും കൂടെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്.
അമരക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവ് അധികമുണ്ട്. അതിൽ വെണ്ടക്ക ചേർത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് വെണ്ടക്കായേ ഉള്ളൂ, 3-4 വെണ്ടക്ക മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതലും അമരക്കായാണ്. അമരക്കായുടെ ടേസ്റ്റ് മാത്രം മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെണ്ടക്ക കൂടി ചേർത്തതാണ്. മീൻകറിയൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ചുറ്റിച്ചെടുക്കുന്നുണ്ട്. തോരൻ നമ്മൾ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വേവണം, ഇല്ലെങ്കിൽ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അമരക്ക ആയതുകൊണ്ട്. മീൻകറിയൊക്കെ സ്റ്റൗ ഓഫാക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ തോരനും പാകമായോ എന്നൊക്കെ നോക്കുകയാണ്. ഇനി തോരനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. തോരനും വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ഒഴിക്കാനായിട്ട് ചാറുകറിയൊന്നും ഉണ്ടാക്കുന്നില്ല. തേങ്ങ അരച്ച മീൻകറി ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് മോരുകറിയോ സാമ്പാറോ പരിപ്പോ അങ്ങനെയൊന്നുമില്ല. തോരനൊക്കെ ഇനി സ്റ്റൗവിൽ നിന്നങ്ങ് മാറ്റാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ പാൻ വെച്ചത്. പാനിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്പൂണിലൊക്കെ കോരി ഒഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരികയാണ്. മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുപ്പിയോടെ എടുത്തങ്ങ് ഒഴിക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ ഡിമാൻഡ്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മീൻ കഷ്ണങ്ങൾ പറക്കി വെക്കുകയാണ്. കുറച്ച് മീനെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. മീനൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. തോരനൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. മീൻ ഫ്രൈ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഈ മീൻ ഫ്രൈ ഒക്കെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സൈഡും കൂടെ മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. മീൻ ഫ്രൈ ഒക്കെ എപ്പോഴും അടച്ച് വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. ഞാൻ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് മുറിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.